വി വിനോദുണ്ട്. വിനോദ്, നമ്മൾ ഈ പോലീസ് ഇത്തരം സൈബർ വിഷയങ്ങളിൽ നിരന്തരമായ ഇടപെടലുകൾ നടത്തുകയാണ്. പുതിയ കാലഘട്ടത്തിൽ അത് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. നിരവധി പരാതികളും മുൻകാലങ്ങളിൽ ഇത്തരം വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കുടുംബങ്ങൾക്കകത്ത് തന്നെ ഇത്തരം നടക്കുന്ന അനുഭവങ്ങൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ സൈബർ വിങ്ങിന്റെ ശ്രദ്ധയിലുണ്ടോ? അത്തരം പരാതികൾ പോലീസിന് ലഭിക്കുകയോ നടപടിയെടുക്കുകയോ ചെയ്യുന്നുണ്ടോ? അത് ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ വിനോദ്? സൈത്ത്, ഇത് രണ്ട് തരത്തിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. ഒന്ന്, ഇപ്പോഴത്തെ പുതിയ കാല സാങ്കേതിക വിദ്യ, അതിപ്പോൾ AI ഉപയോഗിച്ച് ആളുകൾ, ഇല്ലാത്ത ആളുകളുടെ തന്നെ ചിത്രങ്ങൾ, അങ്ങനെ ജനിക്കുക പോലും ചെയ്യാത്ത ആളുകളുടെ ചിത്രങ്ങൾ തയ്യാറാക്കുകയും ഇപ്പോൾ കേരളത്തിലെ ഒരാളെന്ന് തോന്നിക്കുന്ന തരത്തിൽ ആ തരത്തിലുള്ള ചിത്രങ്ങൾ സൃഷ്ടിക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന രീതി, അതിൽ പോലീസിന് നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ, സൈബർ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അതിൽ പോലീസിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയില്ല. കാരണം അത് സംബന്ധിച്ചൊരു പരാതി വരികയോ ആ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്താനുള്ള സാഹചര്യമോ അതിന് ആ അന്വേഷണത്തിന് അടിസ്ഥാനമായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പരാതിയാണ്. അങ്ങനെ ഒരു പരാതി വരാനുള്ള സാധ്യതയില്ല. മറ്റൊന്ന്, ഈ വീടുകളിലെ ചിത്രങ്ങൾ, അത് അത്യന്തം ഗൗരവമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിലും പരാതികൾ ഉണ്ടെങ്കിൽ മാത്രം പോലീസിന് ഇടപെടാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം ഇടങ്ങളിൽ, സൈബർ ഇടങ്ങളിൽ വരുന്നത് മക്കൾ തന്നെ അമ്മയുടെ ചിത്രം പ്രചരിപ്പിക്കുക, സഹോദരിമാരുടെ ചിത്രം പ്രചരിപ്പിക്കുക, ഭർത്താവ് ഭാര്യയുടെ ചിത്രം പ്രചരിപ്പിക്കുക, ഈ തരത്തിലുള്ള പ്രവണത നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. കോട്ടയത്തൊക്കെ ഈ ഭാര്യമാരെ വെച്ച് മാറുന്ന സംഘങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങൾ, അത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഭാഗത്ത് ഇത്തരം തെറ്റായ, തീർത്തും ലജ്ജാവഹമായ, നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവണതകൾ നടക്കുന്നുണ്ട്. അതിലും പോലീസ് ഉദ്യോഗസ്ഥർ, സൈബറുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളോട് പ്രതികരിച്ചത്, അവർ ഈ വാർത്ത വരുമ്പോഴും നമ്മളോട് അവർ പ്രതികരിച്ചത്, പരാതികൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു നടപടിയെടുക്കും. അവർ തന്നെ പറയുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സിനിമാ നടൻ്റെ പേരിൽ ഒരു ഫാൻ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഒരുപക്ഷെ അത് ആ സിനിമാ നടൻ അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നു. സ്വാഭാവികമായും അദ്ദേഹവുമായി അടുപ്പമുള്ള കേന്ദ്രങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിനിമാ നടൻ അതിനെ അനുകൂലിക്കും. കാരണം അദ്ദേഹത്തിന് സൗജന്യമായി കിട്ടുന്ന ഒരു പ്രചരണവും അങ്ങനെയുള്ള ഒരു പബ്ലിസിറ്റിയുമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ പരാതി വരില്ല. അതേസമയം അത്തരമൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഒരു ചലച്ചിത്ര താരത്തെ, നമ്മളൊരു ഉദാഹരണം പറയുന്നതാണ്, ആ ചലച്ചിത്ര താരത്തെ അപമാനിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അപകീർത്തി ഉണ്ടാകുന്ന തരത്തിൽ, അദ്ദേഹത്തിൻ്റെ വാക്കുകളോ അദ്ദേഹത്തിൻ്റെ ഫാൻ കൂട്ടായ്മയോ എന്ന പേരിൽ സഹായിക്കാനെന്ന രൂപേണ അവരെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുകയും അതിന്മേൽ പരാതി വരികയും ചെയ്താൽ തീർച്ചയായും സൈബർ പോലീസിൻ്റെ അന്വേഷണവും ഇടപെടലും ഉണ്ടാകും. അതുതന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ നമുക്കറിയാം, ഇപ്പോൾ MDMA അല്ലെങ്കിൽ ഈ സിന്തറ്റിക് ഡ്രഗ്സിൻ്റെയൊക്കെ ഉപയോഗം, അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അതിലേക്ക് പുതുതലമുറ ചെന്ന് വീഴുന്നത്, തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ചില സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉപയോഗം, അതിൻ്റെ വാർത്തകൾ ഉൾപ്പെടെ നമ്മൾ നേരത്തെ പുറത്തുവിട്ടതാണ്. ഇവിടെയും അത്യന്തം ഗൗരവമായി കാണേണ്ടത് സഹപാഠികളുടെ ചിത്രങ്ങൾ, അതും ഇങ്ങനെ ഷെയർ ചെയ്തു പോകുന്നുണ്ട്. പ്രണയിക്കുന്ന ആളുകൾ, അവരുടെ അങ്ങനെ ഉള്ള ആളുകൾ അവരുടെ ഈ സുഹൃത്തിൻ്റെ ചിത്രങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്, ഇതെല്ലാം തന്നെ അവർ ചേർക്കുന്ന കമൻറ്റുകൾ, അല്ലെങ്കിൽ ഇവരെ ഷെയർ ചെയ്യാനുള്ള താല്പര്യം പ്രകടിപ്പിച്ച് ഇത്തരം സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ അവർ നടത്തുന്ന കമൻറ്റുകൾ, ഇതെല്ലാം തന്നെ ഗൗരവമുള്ളതാണ്. അത് കമൻറ്റുകൾ മാത്രമായി അവശേഷിക്കുന്നില്ല. പലപ്പോഴും ഇത് വഴിവിട്ട കാര്യങ്ങളിലേക്ക് നീളുന്നു എന്നത് പോലീസ് ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്ന കാര്യമാണ്. അതാണ് കോട്ടയത്ത് ഏറ്റവും ഒടുവിൽ വലയിലായ സംഘത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭർത്താവ് തന്നെ ഭാര്യയെ നിർബന്ധിച്ച് മറ്റൊരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി ഭർത്താവ് തന്നെ നിർബന്ധിച്ച് അവരെ തള്ളിവിടുന്ന ഒരു കാഴ്ച, അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം, അവിടെ തുടങ്ങുന്ന പോലീസിൻ്റെ അന്വേഷണം, അത്തരത്തിലുള്ള ചതിവലകൾ സൈബർ ലോകത്തുണ്ട്. അത് രണ്ട് തരത്തിലാണ്. ഒന്ന്, AI ഉപയോഗിച്ചിട്ടുള്ള, ഇപ്പോഴത്തെ പുത്തൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരം കെണികൾ, അല്ലെങ്കിൽ ആ തരത്തിൽ ആളുകളെ ആകർഷിച്ച് അവിടെ പണം നേടാൻ വേണ്ടി, ഇത് പലതും പണം നൽകി അതിനകത്ത് വരിക്കാരായി തുടർന്ന് പോകാനുള്ള സൈറ്റുകളുണ്ട്. പണം ഇങ്ങനെ ആളുകളിൽ നിന്ന് വാങ്ങുന്നതിന് വേണ്ടി, ധനം സമ്പാദിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള തട്ടിപ്പ് സംഘങ്ങൾ ഒരു വശത്ത് AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നു, മറുവശത്ത് ഇങ്ങനെ കുടുംബങ്ങൾക്കുള്ളിൽ തന്നെ ആ കുടുംബ ബന്ധങ്ങൾ പോലും ശിഥിലമാകുന്ന, അതിന് വൈകാരികമായ ഒരു ബന്ധവും. ശോഭ ജോസഫ്